മാത്സ്യൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ജോമെട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് പാരലൽ ലൈൻസ്, സമാന്തര വരകളുമായി ബന്ധപ്പെട്ട് ഓരോ കോണുകളുടെ പ്രത്യേകതകൾ വളരെ വിശദമായി ഒറ്റ സ്ക്രീനിൽ തന്നെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും ഓരോ ചിത്രവും ഓരോ പ്രത്യേകം ആശയങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കുക. അതായത് നമ്മൾ പൊതുവെ 6th 7th 6, 7 ക്ലാസ്സുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. 7th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ കൂടുതലായി അറിയും. അങ്ങനെ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കും. ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താണ് പാരലൽ ലൈൻസ്, എന്താണ് അവയുടെ പ്രത്യേകത എന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ചെറിയ കാര്യങ്ങൾ അറിയണം. നോക്കൂ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ലീനിയർ പെയർ എന്നാണ് പറയാ. ലീനിയർ പെയർ, അതായത് രേഖീയ ജോഡി എന്ന് പറയും മലയാളത്തിൽ. എന്താണ് ഇതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വരയുടെ ഭാഗമായിട്ട് വരുന്ന രണ്ട് കോണുകൾ, ഒരു ലൈനിൽ രണ്ട് ആംഗിൾ വരും. അപ്പോൾ അവയുടെ പ്രത്യേകത, ഈ ആംഗിളും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഒരു ഉദാഹരണത്തിന്, ഈ ആംഗിള് A ഡിഗ്രി, ഈ ആംഗിള് B ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾ അറിയേണ്ടത് A+B = 180 ആയിരിക്കുന്നതാണ്. ഈ കാര്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിൽ ഇടക്കിടക്ക് വരും. അതുകൊണ്ട് ഈ ആശയം ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഈ A+B = 180 ജനറൽ കേസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, A എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ് എങ്കിൽ, ഈ ആംഗിൾ 100 ആണെങ്കിൽ ഇത് നമ്മൾക്ക് കിട്ടുന്നത് 80 ഡിഗ്രി ആയിരിക്കും. കാരണം 100ഉം 80ഉം കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിൽ വരുമ്പോൾ ഒരു ആംഗിൾ തരും, അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, 180 എന്ന് കുറച്ചാൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആവുന്ന രീതിയിൽ കണ്ടെത്തിയാൽ മതി. ഇതാണ് അതിൽ അറിയേണ്ട ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഓർമ്മിച്ചു വെക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, രണ്ട് ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ, രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടാവും, 4 കോണുകൾ ഉണ്ടാവും. 1, 2, 3, 4. അതില് ഈ ആംഗിള് എത്രയാണോ അതേ അളവായിരിക്കും ഇവിടെയും വരിക. ഉദാഹരണത്തിന്, ഇത് A ഡിഗ്രി ആണെങ്കിൽ ഇതും A ആയിരിക്കും. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ 40 ആയിരിക്കും. ഓക്കെ, ഇത് B ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? B ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ എതിർകോൺ, മറുകോൺ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ എക്സ് എന്ന രീതിയിൽ നമുക്ക് വരുന്ന സമയത്ത് മുകളിലും താഴെയുള്ള ആംഗിൾ ഈക്വല്, ഇടതും വലതും വരുന്ന ആംഗിൾ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ലെഫ്റ്റ് റൈറ്റ് ഈക്വല്, മാറി അപ്പ് ഡൗൺ ഈക്വല്. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കുമല്ലോ. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത് ഇവിടെ നമുക്ക് വരുന്ന കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കേട്ടോ. മൂന്നാമത് വരുന്ന കാര്യങ്ങള്, ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ നമുക്ക് തന്നാല് മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കലാണ്. ഒരു ഉദാഹരണത്തിന്, ഇത് നമ്മൾക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി എന്ന് വിചാരിക്കാം. ഇത് നമ്മൾക്ക് 40 ഡിഗ്രി എന്ന് വിചാരിച്ചോ എങ്കിൽ ഇത് എത്രയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ട്രയാങ്കിളിന്റെ 3 എണ്ണവും കൂടെ കൂട്ടിയാല് 180 ഡിഗ്രി കിട്ടും. സം ഓഫ് 3 ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ആ പ്രോപ്പർട്ടിയും കൂടെ അറിയണം. ത്രികോണത്തിലെ 3 കോണും കൂട്ടിയാൽ 180. അപ്പൊ ഇത് 60 ആണ്, 40 100, 100 ആവുമ്പോ എത്ര കിട്ടിയത്? 80. 3ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ രണ്ട് ആംഗിൾ തരും നമുക്ക്. അപ്പൊ നമ്മൾ മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ അറിയണം. ഈ 3 കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് ഇതാ നോക്കൂ, 3 ടൈപ്പാണ് ഇവിടെ ഉള്ളത്. ഇത് ഒരു ടൈപ്പ്, ഇത് 2 എണ്ണം ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ്. അങ്ങനെ 3 ടൈപ്പാണുള്ളത്. ഈ ടൈപ്പിന്റെ കാര്യം എന്താണെന്ന് പറയാം. രണ്ട് ലൈൻസ്, പാരലൽ ലൈൻസിനെ
ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്വേഴ്സ് ആണ് ഇതിന് പറയാ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുറിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഒരേ പൊസിഷൻ എന്ന് പറഞ്ഞതാ ഇവിടുന്ന് ഇങ്ങ് മുകളില്, ഈ വരക്ക് മുകളില്, ഈ വരേന്റെ വലതുഭാഗത്ത്, ഈ വരക്ക് ടോപ്പിലാണ് ഇത്, ഈ വരേന്റെ ഇപ്പുറം. കറക്റ്റ്. അപ്പൊ ആ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആയിരിക്കും. അതേപോലെ നോക്കൂ, ഇപ്പുറമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 70 ആണെങ്കിൽ ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 110 ആയിരിക്കുമല്ലോ. ഇത് 110 ആണെങ്കിൽ നമ്മൾക്ക് ഈ താഴത്തതും എത്ര കിട്ടും? 110 എന്ന് പറയുന്ന അളവ് കിട്ടും. ഒരേ പൊസിഷനുള്ള ആംഗിള്, ഒരേ സ്ഥാനത്ത് വരുന്ന ആംഗിള് ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ള ആംഗിളിനെ നമ്മൾ പറയാ കറസ്പോണ്ടിങ് ആംഗിൾ. ഇംഗ്ലീഷിൽ പറയല് കറസ്പോണ്ടിങ് ആംഗിൾസ്, മലയാളത്തിൽ പറയാ സമാന കോണുകൾ. സമാന കോണുകൾ എന്ന് പറയും. അപ്പൊ എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഒരേ പൊസിഷൻ എങ്ങനെയാ മനസ്സിലാവുക? ഈ 70 ഡിഗ്രി എന്നുള്ള കോണ് നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. ഈ 70 ഡിഗ്രി നോക്കൂ, അതേമാതിരി താഴെ ഇങ്ങനെ തന്നെ വരുന്നു. അതാണ് ഈ ഒരേ പൊസിഷൻ, ഒരേ സ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ വന്നത്. നോക്കൂ, ഈ വരയുടെ മുകളില്, ഇത് ഈ വരയുടെ മുകളില്, ഈ വരയുടെ വലത്ത്, ഈ വരയുടെ വലത്ത്. ഓക്കെ, പൊസിഷൻ സെയിം. ഇതുമാതിരി ഇപ്പുറത്ത് നോക്കൂ, ഈ വരയുടെ മുകളില്, ഈ വരയുടെ മുകളില്, ഈ മുറിക്കുന്ന വരയുടെ ഇടത്ത്, ഈ മുറിക്കുന്ന വരയുടെ ഇടത്ത്, ഒരേ സ്ഥാനത്ത് വരുന്ന. ഇനിയും ഉണ്ട് അവിടെ. ഇനി ഏതല്ല ഉള്ളത്? ഇതും ഇതും എന്താണ്? അതേ പൊസിഷനിലുള്ള സമാന കോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. നോക്കൂ, ഇത് നോക്കൂ, ഇതും ഇതും ഈക്വല് ആണ്. അതേപോലെ ഞാൻ 3 ലൈൻ ഇടാം. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ഇടണം? 3 ലൈൻ ഇടാം. 3 ലൈൻ ഇടുക പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരേപോലെയുള്ള ആംഗിൾ. അങ്ങനെ അത് എത്ര പെയർ ഉണ്ടാവും? 4 പെയർ ഉണ്ടാവും. ഏത്? കറസ്പോണ്ടിങ് ആംഗിൾസ്, സമാന കോണുകള്. 2 സമാന്തര വരയെ ഒരു വര മുറിക്കുമ്പോ അവിടെ 8 കോണുകൾ ഉണ്ടാവും. 8 എണ്ണം ഉണ്ടാവുമല്ലോ ആംഗിള്. 8 കോണുകൾ ഉണ്ടാവും. ആ 8 കോണില് 4 പെയർ, 4 ജോഡികള് സമാന കോണുകൾ ആയിരിക്കും. ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ when a line is cut by 2 parallel lines there are 8 angles അവിടെ ഫോം ചെയ്യും. അതിൽ നമുക്ക് എത്ര ഉണ്ടാവും? 4 pairs of corresponding angles. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അതെങ്ങനെയല്ല, ഒരേ പൊസിഷൻ ആണ് ഇവിടെ. കറസ്പോണ്ടിങ് ആംഗിളിന്റെ പ്രത്യേകത പൊസിഷൻ, സ്ഥാനം, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇത്. അത് ഈക്വല് ആയിരിക്കും. ഓക്കെ, ഇനി അതേമാതിരി ഇവിടെ നോക്കൂ. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ആംഗിളിന്റെ അതേ പൊസിഷനിൽ വരുന്നതാണ് ഏത്? ഈ ആംഗിള്. എങ്ങനെ കിട്ടിയത്? നോക്ക്, ഇങ്ങനെ ഒരു വര വരച്ചു. ആ വരത്തില് ഈ വരയും പാരലലാണ്, സമാന്തരാണ്. നോക്ക്, ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? ഈ വരയുടെ വലത്തുഭാഗത്താണ് ഇത്, ഈ വരയുടെ റൈറ്റിലാണ്, വലത്തുഭാഗത്താണ്. ഈ വരയുടെ ലെഫ്റ്റിലാണ്, ഈ വരയുടെ ലെഫ്റ്റിലാണ്. ഒരേ പൊസിഷനിലാണ്, സ്ഥാനത്താണ് രണ്ടും വരുന്നത്. ഇങ്ങനെയും എന്ത് വരാം? ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ വരാം. ഇങ്ങനെ തന്നെ പാരലൽ വേണമെന്നില്ല, ഇങ്ങനെ ആയാലും വരാൻ പറ്റും. അതേപോലെ നോക്കൂ, ഈ ആംഗിളിന് സമാനമായിട്ട് വരുന്നത് ഈ ആംഗിള്. ഓക്കെ, അതുമാതിരി മുകളിലത്തെ ഈ ആംഗിളിനാണ് ഇപ്പുറത്തെ ആംഗിൾ വരിക. അത് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. 2 വരയുടെ മുകളില് ഈ ഒരു വരയുടെ ഒരേ ഭാഗത്ത്, ഇടത്തായാലും വരാം, വലത്തായാലും വരാം, മുകളിലായും വരാം, താഴെയായിട്ടും വരാൻ പറ്റുന്നതാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ, ഇനി രണ്ടാമത്തേത് പറയുമ്പോൾ ഇതേമാതിരിയുള്ള പാരലൽ ലൈൻ തന്നെയാണ് ഇത്. ഇത് ട്രാൻസ്വേഴ്സ്, കട്ട് ചെയ്യുന്നുണ്ട്. 2 വരകളെ, സമാന്തര വരകളെ ഒരു വര കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? നോക്കൂ, ഈ വരയുടെ ഇപ്പറാണ്, എതിരാണ്. ഇത് ഇടതുഭാഗത്താണെങ്കിൽ ഇത് വലതുഭാഗത്താണ്. ഇനി മറ്റേ നോക്ക്, ഈ വരയുടെ താഴെയാണ് ഇതെങ്കിൽ ഈ വരയുടെ മുകളിലാണ്. ഇപ്പുറം ഉള്ളതിന് എങ്ങനെയാണോ നേരെ തിരിച്ചിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിങ്ങനെയുള്ള ഈ ആംഗിളിന് മലയാളത്തിൽ പറയും മറുകോൺ. അതിന് ഇംഗ്ലീഷിൽ പറയും
ഓൾട്ടർനേറ്റ് ആംഗിൾസ് പറയും. പറയാം ഓൾട്ടർനേറ്റ് കോണെന്ന് പറയും. അപ്പൊ ഈ ആംഗിളിന്റെ പ്രത്യേകത എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുക പറഞ്ഞാല് ഈ Z എന്ന് പറയുന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാം. നോക്കിതാ Z മാതിരി ഇങ്ങനെയല്ലേ. അപ്പൊ ഈ ആംഗിളും വരും. അതേപോലെ വരുന്ന അതേ മാതിരിയുള്ള പ്രത്യേകതയാണ് ഈ ആംഗിളും ഇപ്പുറത്തെ ആംഗിളും. എന്തുകൊണ്ടാണ് ആവുന്നത്? ഈ വരയുടെ താഴെ, ഈ വരയുടെ മുകളിൽ, ഈ ലൈനിന്റെ റൈറ്റ്. അപ്പൊ ഈ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഷേപ്പിൽ വരുന്നതാണ് എന്ത് വരിക? ഈ പറഞ്ഞിരിക്കുന്ന മറുകോൺ. അവ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് മാതിരി ഇപ്പൊ ഉദാഹരണം ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത ഇത് 4 പെയർ ഉണ്ടാവില്ല, ഇത് 2 പെയേഴ്സേ ഉണ്ടാവുള്ളൂ, 2 ജോഡി. കാരണം എന്താ? ഈ രണ്ട് വരകളുടെ ഇടയിൽ മാത്രമേ വരുന്നുള്ളൂ. മറ്റേത് മുകളിലും വരുന്നുണ്ട് കറസ്പോണ്ടിങ്, ഇത് ഇതിന്റെ ഇടയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതും ഒരു ജോഡി, ഇതും ഒരു ജോഡി. അപ്പൊ 2 പെയർ, 2 ജോഡികൾ മാത്രമാണ് ഇത് ഉണ്ടാവുക. അത് ഈക്വലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെയാണെങ്കിലോ നോക്ക്, ഇത് രണ്ടും പാരലൽ ലൈൻ. അങ്ങനെ വരുമ്പോ നോക്കുക, ഈ ആംഗിളും ശ്രദ്ധിക്കണം, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ സെഡിന്റെ വേറൊരു ടൈപ്പ് ആയിരിക്കും. അതേമാതിരി നോക്കൂ, ഈ ആംഗിളും ഇപ്പുറത്തെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതിന് കുറച്ച് വേണം നീട്ടിയാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. പാരലൽ ലൈൻസിന്റെ മുറിക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം സെഡ് വരുന്ന രീതിയിൽ, സെഡ് അല്ലെങ്കിൽ എന്നെല്ലാം വരുന്ന രീതിയിലേക്ക് ഷേപ്പിലാണ് ഈ ആംഗിൾ വരിക. അവ തുല്യവും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോക്കോ, ഇങ്ങനെ അതേ ലൈൻ തന്നെ അതേമാതിരി തന്നെ വന്നിട്ട് ഇതിനകത്തുള്ള ഇതുമാണ് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞതില് ഇതും ഇപ്പുറത്തുമാണ് പറഞ്ഞത്. ഇതും അതായത് 2 ലൈനിന്റെ ഇടയിൽ തന്നെ, പക്ഷെ ഈ ലൈനിന്റെ അതേ സൈഡിലാണ്. അങ്ങനെ വരുന്ന ആംഗിൾസിന് പറയുന്ന പേരാണ് ഇംഗ്ലീഷിലെ ഇന്റീരിയർ ആംഗിള്. അതായത് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, അതായത് ഈ 2 വരകൾക്ക് അകത്തുള്ളത്. അവര് ആണ്, കമ്പനി ആയിട്ടാണ് ഇവര് രണ്ടാളും വരുന്നത്. മലയാളത്തിൽ ഇതിന് പറയുന്ന പേരാണ് ആന്തര അകത്ത് എന്നർത്ഥം. സഹകോൺ, ആന്തര സഹകോൺ എന്ന് പറയുന്നത്. ഇവരെ പറയുന്ന പേരാണ് ഇത് ആന്തര സഹകോൺ. ഇവയുടെ പ്രത്യേകത, ഇത് 80 ആണെങ്കിൽ ഇത് 80 ആയിരിക്കില്ല. ഇത് രണ്ടും ആഡ് ചെയ്താൽ കൂട്ടിയാൽ 180 കിട്ടും. അതാണ് ഇതിനില്ലാത്ത പ്രത്യേകത ഇതിനുള്ളത്. ഉദാഹരണത്തിന് ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? 80ഉം 100ഉം കൂട്ടിയാല് നമുക്ക് 180 കിട്ടണം. ഇത് രണ്ടും കൂട്ടിയാല് 180 ആയിരിക്കും. അതേമാതിരിയുള്ള മറ്റൊരു ജോഡിയാണ് ഒന്ന് ഇപ്പുറത്തത്, അതേപോലെ ഒന്ന് ഇപ്പുറം ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. 100 ആവുമ്പോൾ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും. രണ്ടും കൂട്ടിയാൽ 180. ഇത് ഈ ആന്തര സഹകോണാണ്, അകത്തുള്ള കോണുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ജോഡി. ഇതേപോലെ പുറത്തുണ്ട് ഈ സഹകോണുകൾ. നോക്കൂ, ഈ ആംഗിളും ഈ പുറത്തുള്ള ആംഗിള്, ഇത് ഈ വരയുടെ പുറത്താണ്. അതേമാതിരി ഈ വരയുടെ പുറത്താണ് ഇതും കൂട്ടിയാലും എത്ര കിട്ടും? 180 തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്ന കുട്ടികൾ ഓർമ്മിക്കേണ്ടത്, ഈ ഇന്റീരിയർ ആംഗിൾ കറക്റ്റ് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ, ബാക്കി വരുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ അതും കൂട്ടിയാൽ 180 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ പ്രത്യേകത കൃത്യം മനസ്സിലാക്കുക. ഈ ഇന്റീരിയർ ആംഗിൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരത്തില് സി എന്ന് പറയുന്ന മാതിരി വരും. സി, ക്യാപിറ്റൽ സിയിൽ നോക്ക്, ഈ ആംഗിളും കൂട്ടിയാൽ ഇത് എ ഇത് ബി ആണെങ്കിൽ എയും ബിയും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഇതും രണ്ടും കൂടെ കൂട്ടിയാൽ 180. ഇനി ഈ ഷേപ്പിൽ വന്നാലും അതെന്താണ്? അതും രണ്ടും കൂടെ കൂട്ടിയാലും നമുക്ക് 180 തന്നെ കിട്ടും, ഇത് രണ്ടായാലും. അപ്പൊ ഈ മോഡലിലാണ് ഇന്റീരിയർ ആംഗിൾ, ആന്തര സഹകോണ് വരുന്നത്.
ഓക്കെ, അപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് ഇനി ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഇതാരും രണ്ട് പാരലൽ ലൈൻ, ഇതാണ് ഒരു വര, ഈ വരയുടെ അതേ സൈഡിൽ അകത്ത് വരുന്നതാണ്, നോക്കൂ, ഈ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ ഇതും എന്തായിരിക്കും? ഇത് ഞാനിപ്പോ ഒരു 110 എന്ന് എഴുതുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ആയിരിക്കും. എക്സാമ്പിൾ എടുത്താണ് കേട്ടോ. ഇത് രണ്ടും കൂട്ടിയാൽ 150. അതേപോലെ ഇപ്പുറത്തതും എത്രയാണെങ്കിലും അതും ഇപ്പുറത്തും കൂട്ടിയാലും എത്ര കിട്ടും? 180. ഇതും കൂട്ടിയാൽ 150, ഇതും. അതേപോലെ പുറത്തുള്ളതും പറയാം. പുറത്ത് പറയുമ്പോൾ ഇതും പറയണം, ഇപ്പുറത്തതും പറയണം. ഇതും ആയിരിക്കണം പറയേണ്ടത്. 180. അപ്പൊ ആന്തര സഹകോണ് ഇന്റീരിയർ ആംഗിളിന്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ സി വരുന്ന മാതിരിയുള്ള ആംഗിൾ. സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സി, ഈ ഷേപ്പ് വെറുതെ രീതിയിൽ. ഓക്കെ, അത് രണ്ടും കൂട്ടിയാൽ 180 എന്ന് ഓർമ്മിക്കുക. അതുമാതിരി ഓൾട്ടർനേറ്റ് ആംഗിള് Z അല്ലെങ്കിൽ ക്യാപിറ്റൽ N വരുന്ന രീതിയിലുള്ള ആംഗിള്, അപ്പുറവും ഇപ്പുറവും വരുന്ന രീതിയിലുള്ള അത് ഓർമ്മിക്കുക. പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾ ഒരേ സ്ഥാനത്ത് വരുന്നത്, മേലെ താഴെ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. പക്ഷെ ഇതില് കൂട്ടുമ്പോൾ 180 കിട്ടുന്നത്. രണ്ടെണ്ണം കൂട്ടിയാൽ 180, ഈക്വൽ അല്ല, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയി ചെയ്ത് പഠിക്കാം. ഓക്കെ, പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ചോദ്യത്തിലെയും ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും കണ്ടുപിടിക്കണം. ഇവിടെ ഇത് രണ്ടെണ്ണം കണ്ടുപിടിക്കണം, ഇവിടെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ലൈനും പാരലാണ്. ഇത് ഈ ലൈനും പാരലാണ്. അതേപോലെ ഇതും പാരലൽ സമാന്തരം ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നോക്കൂ, ഇവിടെ 60 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ആരെ കിട്ടും? രണ്ട് സമാന്തരമായിട്ടുള്ള ലൈന ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇത് 60 ആണ് എങ്കിൽ ഇതും എത്രയായിരിക്കും? 60 ആയിരിക്കും. എന്തുകൊണ്ട്? അത് വരുന്നത് കറസ്പോണ്ടിങ് ആംഗിള്. ഓക്കെ, ശരിക്കും മനസ്സിലാക്കണേ. കറസ്പോണ്ടിങ് ആംഗിള് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ സമാന കോണുകൾ തുല്യം. അപ്പൊ ഇത് 60 ആയതുകൊണ്ട് എന്തായിരിക്കും? ഇത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 60 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഇതിനെയാ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെയാവും നോക്കാം. ശ്രദ്ധിക്കുക, ഇത് കിട്ടണമെങ്കിൽ നോക്കിക്കോ, ഈ രണ്ട് ഈ ലൈൻ ഇവിടെ ഉണ്ട്, ഈ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, ഈ താഴത്തെ ലൈനും ഞാനിങ്ങനെ വരക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ നോക്കൂ, ഇത് 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് വരുന്നതാണ് മുകളിൽ കാണുന്ന ഇത്, അല്ലെ? രണ്ട് ഈ വരേന്റെ മുകളിലാണ്, അതുപോലെ ഇതിന്റെ മുകളിൽ, ഇതിന്റെ റൈറ്റ് അതും കറസ്പോണ്ടിങ് ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ ഇത് 110 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 110 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടി, 110 ഡിഗ്രി. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോരോ കണ്ടുപിടിക്കേണ്ട ആംഗിളിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കുക. അപ്പോ അതിന്റെ പ്രത്യേകത അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി ഈ രീതിയിൽ അല്ലാതെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഇത് 110 എന്നതിന് അപ്പൊ നിങ്ങൾക്ക് ഇത് 70 കിട്ടും, ഇത് 70 ആയി, ഇത് 60 ആയി. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടും, ഈ മുകളിലത്തെ ആംഗിള്, ത്രികോണത്തിന്റെ മുകളിലത്തെ ആംഗിള് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിള് കിട്ടും. അപ്പൊ ഇപ്പുറത്തെ ആംഗിള് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 110 എന്നാൽ നിങ്ങൾക്ക് 70 ഇവിടെ കിട്ടും. 70 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 110 കിട്ടും. കാരണം എന്താ? ഇത് 70 ആകുമ്പോൾ 110 ആവേണ്ട കാരണം മൂന്നാമത്തെ ഇന്റീരിയർ ആംഗിളിന്റെ സഹകോണിന്റെ പ്രത്യേകത സി ഷേപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇതും 110 ആയിരിക്കും. പല വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു രീതി തന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഇല്ല. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തില് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 50 തന്നിട്ടുണ്ട്, ഇതും കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, ഇത് 120 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്താണ്? ഇത് 120 ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിള് അതെന്താണ് വരിക? 120 ഡിഗ്രി തന്നെ ആയിരിക്കും. എക്സിന്റെ ഷേപ്പിൽ വരുന്നത് ഇതാ നോക്ക്, എക്സിന്റെ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് 120 ആയതുകൊണ്ട് ഇത് നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ മറ്റിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി നോക്ക്, നമുക്ക് ഇത് കണ്ടുപിടിക്കണം.
അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇത് കിട്ടണമെങ്കിൽ ഇതിന് പാരലായിട്ടും ഒന്നും നമുക്ക് കാണുന്നില്ല. അപ്പോ ഇപ്പുറത്തെ കിട്ടാൻ വഴി കാണുന്നില്ല. ഇവിടെയാണ് പാരലൽ ലൈൻ ഉള്ളത്. ഈ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നോക്ക്, തന്നിരിക്കുന്ന ആംഗിൾ നമ്മൾ വെറുതെ ഒന്ന് എഴുതി നോക്കുക. എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 120 ആയതുകൊണ്ട് ഈ താഴത്തെ ഈ ആംഗിള് നമുക്ക് 60 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് 120 ആയതുകൊണ്ട് ഇത് 60 എന്ന് കിട്ടും. എന്തുകൊണ്ട്? നോക്കൂ, ഒരു ലൈൻ, അതിന് ഇങ്ങനെ ഒരു വര, ഇത് 120 ഡിഗ്രിയാണ്. അപ്പൊ ഇതെത്ര? 60 ഡിഗ്രി. എന്ത് പ്രത്യേകത? ലീനിയർ പെയർ, രേഖീയ ജോഡി, ലീനിയർ പെയർ കൂട്ടി കഴിയുമ്പോൾ 180 കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും മിസ്സായി കഴിയുമ്പോൾ നമ്മൾക്ക് പ്രോബ്ലത്തില് പ്രയാസം അനുഭവപ്പെടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും കൃത്യമായി മനസ്സിലാക്കാൻ നോക്കൂ. ഇതൊരു പ്രൊട്രാക്ടർ മാതിരിയായി. അപ്പൊ ഇത് 120, ഇത് 60, ഇത് 120, ഇത് 60. നോക്കൂ, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ? ഒരു ത്രികോണല്ലേ ഇത് വരുന്നത്. ആ ത്രികോണത്തിൽ ഇത് 50 തന്നിട്ടുണ്ട്, ഇത് 60 ഇപ്പൊ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ത്രികോണത്തിന്റെ 3 കോണും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പൊ 50ഉം 60ഉം കൂട്ടിയാൽ എത്രയായി? 50ഉം 60ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 110 ആയി. ഇനി അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 180 ആവും? 70 കൂട്ടിയാൽ നമുക്ക് 180 ആവും. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 70 ഡിഗ്രി എന്ന് പറയുന്ന ഐഡിയ കിട്ടും. അപ്പൊ ത്രികോണത്തിന്റെ 3 കോണും കൂടെ കൂട്ടി 180 എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ വരുന്നു? ഇതില് ഓപ്പോസിറ്റ് ആംഗിളിന്റെ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിള്, മറുകോണിന്റെ പ്രത്യേകത വരുന്നു, പിന്നെ എതിർകോണിന്റെ പ്രത്യേകത വരുന്നു, പിന്നെ രേഖീയ ജോഡി എന്ന് പറയുന്ന ആംഗിളിന്റെ പ്രത്യേകത വരുന്നു. ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 എന്ന് പറയുന്ന പ്രത്യേകതയും നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യമാണ്. ഇത് പല പരീക്ഷയ്ക്കും വരുന്നതാണ്, പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വരുന്നതാണ്, മറ്റു പരീക്ഷകളും സ്കൂൾ ക്ലാസ്സുകളും ഒക്കെ വരുന്ന ചോദ്യമാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കൂ, ഇത് രണ്ടും പാരലൽ ലൈൻ ആണ്. ഈ പാരലൽ ലൈനിനെ ഫുള്ള് കട്ട് ചെയ്യുന്നില്ല. ഇതും അതേപോലെ ഇതിനെ തൊടുന്നുണ്ട്, പക്ഷെ ഇതിനെ മുട്ടുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ പ്രോപ്പർട്ടി പറയാൻ പറ്റില്ല. എന്താണ്? കറസ്പോണ്ടിങ് ലൈൻ ആയാലും അതേപോലെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയാലും കോഇൻറ്റീരിയർ ആംഗിൾസ് ആയാലും രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ, ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് ആംഗിളിന് പ്രത്യേകത ഉണ്ടാവുന്നത്. മലയാളത്തിൽ പറഞ്ഞാല് രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോഴാണ്. ഇവിടെ നോക്കൂ, ഈ രണ്ട് സമാന്തരകളെ ഈ വര മുറിക്കുന്നില്ല, ഇവിടം വരെ എത്തുന്നുള്ളൂ. മുറിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇല്ല അതിലല്ലോ. അപ്പൊ ഈ പോയിന്റിലേക്ക് കൂടി സിമ്പിളായി അങ്ങനെ നമ്മൾ വരയ്ക്കാൻ നമുക്ക് ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വര അവിടെ ഇടുന്നു. നോക്കൂ, ഇങ്ങനെ ഒരു വര ഇടുന്നു. ഇതിന് പാരലായിട്ട് ഇതിനും പാരലായിട്ട് ഒരു വര ഇതിലേക്കൂടെ കടന്നു പോകുന്നു. നോക്കൂ, അപ്പൊ നോക്കിയാൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. എങ്ങനെ വരുന്നു ഈ ചിത്രം? ഇങ്ങനെ വരും. പിന്നെ അതിനിടയിൽ ഞാൻ വരച്ച ഈ വര ഇങ്ങനെ വരും. അപ്പൊ ഇത് 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതും എത്രയായിരിക്കും? 50. എന്താ കാരണം? ഓൾട്ടർനേറ്റ് ആംഗിള്, മറുകോണാണ് ഇത് വരിക. അപ്പൊ ഇത് നമ്മൾക്ക് കിട്ടുന്നത് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്ക്, ഇത് 30 ഡിഗ്രി. ആ താഴെ ഞാൻ ആ ചിത്രം വേറെ വരക്കാം. ഇങ്ങനെയുള്ള ചിത്രം, ഇത് ഇങ്ങനെ തന്നിട്ടില്ല വര. അപ്പൊ ഇങ്ങനെ ഒരു വര വരച്ചു. ഇത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 30 ഡിഗ്രി ആകുമ്പോൾ നോക്ക്, ഇത് നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി. സെഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ആംഗിള്. അപ്പൊ ഇത് 30 ആയതുകൊണ്ട് ഇപ്പുറത്ത് നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 50ഉം 30ഉം കൂട്ടിയ എത്ര? 50ഉം 30ഉം കൂട്ടിയാൽ നമുക്ക് 80 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ ഇത് ഫുള്ളായിട്ട് വരും. ഓക്കെ, ഏത് പ്രോബ്ലവും ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങൾക്ക് ഇതിനുള്ള ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓരോന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കുക, പഠിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ.